ഇന്ന് നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. വൈകുന്നേരം കുട്ടികൾക്ക് എളുപ്പത്തിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിപ്പം നല്ലോണം കറുത്തു പോയ പഴമാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് പഴമാണ് ഉള്ളതെന്ന് വെച്ചാൽ അതിനെ കൊണ്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു പഴമുള്ളതെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 4 പഴമുണ്ട്, അപ്പോൾ അത് മൊത്തം എടുത്തിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കി ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ടും ഇതേപോലെ കട്ടാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് അരിയാണ്. കുറച്ച് അരി എടുത്തിട്ട്, ഇപ്പം കുറേ അരിൻ്റെ ആവശ്യമില്ല, കുറച്ച് മാത്രം മതിയാവും. അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി കഴുകി ഇട്ട് കൊടുക്കാം. കഴുകിയതിന് ശേഷം വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ, അല്ലെങ്കിൽ അതിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതാ ഞാനതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ റേഷൻ കടയിലത്തെ അരിയാണ് എടുത്തത്. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വറന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അരിയെല്ലാം ഒരേപോലെ മുരിഞ്ഞ് വന്നോട്ടെ കേട്ടോ. പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് വരും. ഇതേപോലത്തെ പരന്ന പാത്രമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ ഇതാ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അരി മുഴുവനായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതേപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 6 kg ആണ് എടുത്തത്. നിങ്ങളുടെ കയ്യിൽ പശു നെയ്യുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതാ അതിലേക്ക് തന്നെ പഴം ചേർത്ത് കൊടുക്കാം. ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പഴം ഒന്ന് ഒരു ഗോൾഡൻ കളറായിട്ട് മാറണം കേട്ടോ. അതുവരെ ഒന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ പഴം നല്ലോണം വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ കറുത്ത പഴം ആയതുകൊണ്ട് തന്നെ ഉടയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതാ നമ്മളിത് വാട്ടുന്ന സമയത്ത് ചെറുങ്ങനെ അടി പോയിക്കിട്ടോ, കുഴപ്പമില്ല. ഒന്ന് അടിപ്പോയതല്ല, ഒന്ന് ചോന്ന് പോയിക്കുണ്ട്, അത് കുഴപ്പമില്ല. അത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു 2 അച്ച് ശർക്കര ഒന്ന് ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ശർക്കര ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു പാകത്തിനുള്ള മധുരം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഴത്തിന് മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ശർക്കര ഒന്ന് കുറച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഉരുക്കാൻ വെക്കാം. ഇനി നമുക്ക് വേണ്ടത് കുവപ്പൊടിയാണ് കേട്ടോ. കുവപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ എടുത്താൽ മതിയാവും. അപ്പോൾ അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അരക്കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കലക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല. ഇനി ഇത് നമ്മൾ പഴം വാട്ടി ആ ഒരു പാനില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അടി പോകും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈവെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. അപ്പോൾ കൈവെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത്
ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഇതാ കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമ്മൾ കൈതീരെ എടുക്കാൻ പാടില്ല കേട്ടോ. അതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിക്കും. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതേപോലെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പെട്ടെന്ന് തന്നെ വലിഞ്ഞു പോകും കേട്ടോ. കൈവെക്കാണ്ട് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അതാ പെട്ടെന്ന് തന്നെ ഇത് കുറുകുന്നത് കാണാം. അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച അരിയില്ലേ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ കൂടെ തന്നെ പഴവും ഇട്ട് കൊടുക്കുക. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു പഴവും അതുപോലെ തന്നെ അരിയും എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. കുറച്ച് നേരം നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ ഏകദേശം ഹലുവ ഒക്കെ വരങ്ങുന്നില്ലേ, അതേപോലത്തെ ആ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. ഇനി ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി മിക്സ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാക്കൊത്ത് ഇടയിലൊന്ന് കടിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഇതേപോലെ ചെയ്യുന്ന സമയത്ത് പഴം ഉടഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ പതുക്കനെ ഇളക്കി ഇട്ട് കൊടുക്കട്ടോ. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇത്രയും മതിയാവോ. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്ലേറ്റിൽ എണ്ണ തടവിയിട്ട് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അമർത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യും കേട്ടോ. തണുത്തതിന് ശേഷം ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം പഴവും കൂവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റിയാണ്. എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും.